ഹായ് ഓൾ, എല്ലാവർക്കും SSC മെന്ററിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ഇൻ MA കംപ്ലീറ്റ് ആയിട്ടുള്ള ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. അതിന്റെ വർക്ക് പ്രൊഫൈൽ, ജോബ് റെസ്പോൺസിബിലിറ്റീസ്, സാലറി, അതിന്റെ പ്രൊമോഷൻ, അങ്ങനെ A to Z കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ഇൻ CSS അല്ലെങ്കിൽ സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ് ആണ്. നമ്മൾ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മൾ നോക്കും. ഓക്കെ, എന്നോട് പേഴ്സണലി കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചതൊക്കെയാണ്, സാറേ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ഇൻ CSSന്റെ എന്താ പറയുക സാലറി എത്രയായിരിക്കും, അതിൻ്റെ ഒരു കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരിക്കും, എവിടെയാണ് പോസ്റ്റിംഗ്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസിൻ്റെ ഒരു വീഡിയോ ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ASO ഇൻ CSSന്റെ കംപ്ലീറ്റ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ASO ഇൻ CSSനെ കുറിച്ച് പറയാനാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ പല മിനിസ്ട്രീസിലും മാറി മാറി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ASO ഇൻ MA, അതായത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലായിരിക്കും നമ്മൾ റിട്ടയർമെന്റ് ആവുന്നത് വരെ നമ്മൾ ആ ഒരു മിനിസ്ട്രിയിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഈ ഒരു കേസിൽ നമുക്ക് ഒരു 3, 4, 5 മിനിസ്ട്രീസിൽ മാറി മാറി വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് നമുക്ക് ഹോം മിനിസ്ട്രിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, മിനിസ്ട്രി ഓഫ് കൾച്ചറിൽ നമുക്ക് വർക്ക് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഹെൽത്തിൽ, അല്ലെങ്കിൽ ഫിനാൻസിൽ, അങ്ങനെ മാറി മാറി നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഡൈനാമിക് ആണ്. നമ്മുടെ ത്രൂ ഔട്ട് കരിയറിൽ ഒരു 8, 9, 10 വർഷത്തിനുള്ളിലൊക്കെ ആയിട്ട് നമുക്കൊരു മിക്കവാറും ഒരു ഇൻ ജനറലൊക്കെ പറയാനാണെങ്കിൽ നമുക്കൊരു 10 വർഷമൊക്കെ ആയിരിക്കും നമുക്കൊരു മിനിസ്ട്രിയിൽ കിട്ടുക. അപ്പോൾ നമുക്കത് ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ഒരു വലിയ ലോങ് കരിയർ ഉണ്ട്, നമുക്ക് കൂടുതൽ വർഷം കിട്ടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3, 4, 5 മിനിസ്ട്രീസിലൊക്കെ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയാതെ ASO ഇൻ CSSന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ നോക്കാം. ഓക്കെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ്. ഓക്കെ, ASO ഇൻ CSSന്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസ്, അതേപോലെ വർക്ക് പ്രൊഫൈൽ, സെലക്ഷൻ പ്രോസസ്, എങ്ങനെ ASO ഇൻ CSS ആയി എത്താം, അല്ലെങ്കിൽ ആ ജോബ് നമുക്ക് എങ്ങനെ കിട്ടാം, അതേപോലെ വേക്കൻസീസ്, അതേപോലെ ഓരോ വർഷമുള്ള കട്ട് ഓഫ്, ട്രെയിനിങ് ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് ASO ആയി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രെയിനിങ് എങ്ങനെയായിരിക്കും, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും നമ്മൾ ആ ഒരു സെക്ഷനിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. സാലറി, ഓക്കെ, ഫെസിലിറ്റീസ്, എന്തൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ അലവൻസസ്, സാലറി കൂടാതെ നിങ്ങൾക്ക് എക്സ്ട്രാ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അലവൻസസ് ഒക്കെ എന്തൊക്കെ കിട്ടും എന്നുള്ളത് നമ്മൾ നോക്കും. അതേപോലെ ലാസ്റ്റായിട്ട് പ്രൊമോഷൻ, നിങ്ങൾ ASO ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോയി അവസാനിക്കും എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വർക്ക് പ്രൊഫൈലാണ്. എന്താ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത്, സ്റ്റേബിൾ ആൻഡ് ഡെസ്ക് ജോബ്. ഞാൻ ഇപ്പോൾ എഴുതിയതുപോലെ തന്നെ കൃത്യമായി വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഡെസ്ക് ജോബാണ് ഇത് ASO ഇൻ CSS എന്ന് പറയുന്നത്. നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഫീൽഡ് ജോബും ഉണ്ടാവില്ല. നിങ്ങളുടെ വർക്ക് ടൈം എന്ന് പറയുന്നത് Monday to Friday ആയിരിക്കും നിങ്ങളുടെ വർക്ക് ഡേയ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ രാവിലെ 9 മണി തൊട്ട് ഈവനിങ് 5:30 വരെ ആയിരിക്കും നിങ്ങളുടെ ജോബ് ടൈമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ചെറിയ എക്സെപ്ഷൻസ് ഉണ്ടാവും ചില ദിവസങ്ങൾ, അത് നമുക്ക് വരുന്ന സ്ലൈഡിൽ നമുക്ക് പറയാം. പക്ഷേ ഇൻ ജനറൽ മെജോറിറ്റി ദിവസങ്ങളിലും നിങ്ങളുടെ വർക്ക് ടൈം എന്ന് പറയുന്നത് Monday to Friday മോർണിംഗ് 9 AM to 5:30 PM ആയിരിക്കും. ഓക്കെ, പറഞ്ഞതുപോലെ കംപ്ലീറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഡെസ്ക് ജോബാണ് ഇതിന്റെ നേച്ചർ എന്ന് പറയുന്നത്. ഈ ഒരു ജോബിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഈസ് പെർമനന്റ് ഡൽഹി പോസ്റ്റിംഗ്. സ്വാഭാവികമാണ്, സെൻട്രൽ സെക്രട്ടേറിയറ്റിലാണ് നിങ്ങളുടെ വർക്ക് വരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു പല സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രീസിലായിരിക്കും നിങ്ങളുടെ വർക്ക് ഉണ്ടാവുക. അപ്പൊ സ്വാഭാവികമായിട്ടും പെർമനന്റ് ഡൽഹി പോസ്റ്റിംഗ് ആണ് ഉണ്ടാവുക. വളരെ ചെറിയ എക്സെപ്ഷൻസ് ഉണ്ടാവും, പക്ഷേ 99.99% നിങ്ങളുടെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഡൽഹി തന്നെ ആയിരിക്കും. അപ്പോൾ സ്ഥിരമായി ട്രാൻസ്ഫർ ഒന്നും നോക്കുന്നില്ല, എനിക്ക് സ്ഥിരമായി ഡൽഹിയിൽ സെറ്റിൽ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ബെസ്റ്റ് എന്താ പറയുക ചോയ്സ് ആയിരിക്കും. ഓക്കെ, ബെസ്റ്റ് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആണ്, വൺ ഓഫ് ദി ബെസ്റ്റ് ഓഫീസസ് ആണ് ASO ഇൻ CSS എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഓഫീസ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും, ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഓൾ മിനിസ്ട്രീസ് അറ്റ് ഡൽഹി തന്നെ ആയിരിക്കും. എല്ലാ മിനിസ്ട്രീസിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സിലായിരിക്കും നിങ്ങളുടെ ഓഫീസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് മിനിസ്ട്രിയിലാണോ നിങ്ങളുടെ പോസ്റ്റിംഗ്, ആ മിനിസ്ട്രിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലായിരിക്കും നിങ്ങളുടെ ഓഫീസ് എന്ന് പറയുന്നത്. ബെസ്റ്റ് ജോബ് ഫോർ ഗേൾസ്, അതായത് നിങ്ങൾക്ക് ഫീൽഡ് ജോബ് വേണ്ട, നിങ്ങൾക്കൊരു കംപ്ലീറ്റ് കറക്റ്റ് ആയിട്ടുള്ള വർക്ക് ടൈം ഒക്കെ വേണം, നിങ്ങൾക്ക് കൃത്യമായി രാവിലെ വന്ന് വൈകിട്ട് പോകണം, ആ രീതിയിലുള്ള ജോബൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, നിങ്ങൾക്കൊരു ഫാമിലി അതൊക്കെ ഇതിൻ്റെ കൂടെ കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരു ഗേൾ ആണെങ്കിൽ നിങ്ങൾക്കിത് ഭയങ്കരമായിട്ട് സ്യൂട്ട് ആവുന്ന ഒരു ജോബാണ്. ഓക്കെ, നോ ഇൻട്രാക്ഷൻ വിത്ത് പബ്ലിക്കുമായിട്ട് യാതൊരു ഇൻട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഓക്കെ, ഇതൊരു കംപ്ലീറ്റ് പേപ്പർ ജോബായിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആണ്.
ASO ഇൻ MEAയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ASO ഇൻ CSSന്റെയും ഏറ്റവും പ്രൈമറി ജോബ് എന്ന് പറയുന്നത് നോട്ടിംഗ്, ഡ്രാഫ്റ്റിംഗ് ആൻഡ് പ്രിപ്പയറിംഗ് റിപ്പോർട്ട്സ് ടു ഹയർ അതോറിറ്റീസ്. ഹയർ അതോറിറ്റീസിന് വേണ്ടിയിട്ട് നോട്ട് ചെയ്യുക, ഡ്രാഫ്റ്റ് ചെയ്യുക, അതുപോലെ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്ന് തുടങ്ങിയത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും പ്രൈമറി ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് പാർലമെന്ററി വർക്ക്സ്, അതായത് പാർലമെന്ററി സെഷൻസ് നടക്കുന്ന സമയത്ത് നമ്മുടെ ഭരണപക്ഷത്തിനോട് പ്രതിപക്ഷം ചോദ്യങ്ങൾ ചോദിക്കും. ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ ഫ്രെയിം ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ടൈമിൽ പാർലമെന്ററി സെഷൻസ് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ജോബ് ടൈമിങ്ങിൽ ചെറിയൊരു വ്യത്യാസങ്ങൾ വരാറുണ്ട്. ഓക്കെ, സംഭവം വെച്ചാൽ ഇച്ചിരി കൂടി ഹെക്റ്റിക് ആവുന്ന ഒരു ടൈം ആയിരിക്കും ഈ ഒരു എന്താ പറയുക പാർലമെന്ററി സെഷനിലുള്ള ടൈം എന്ന് പറയുന്നത്. എന്നാലും മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, മൂന്നാമത്തത് എൻഷുവറിംഗ് കണ്ടിന്യൂറ്റി ഓഫ് പോളിസീസ് ആൻഡ് സ്കീംസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവരുന്ന പോളിസീസ് അല്ലെങ്കിൽ സ്കീംസ് കൃത്യമായി നടക്കുന്നുണ്ടോ എന്നുള്ളത് എൻഷുവർ ചെയ്യുക. അതേപോലെ ഗവൺമെന്റ് മാറിക്കഴിഞ്ഞാലും സ്കീംസ് നിന്നാ പോകാൻ പാടില്ല. അപ്പോൾ ആ സ്കീംസും കൃത്യമായി നടക്കുന്നുണ്ടോ എന്നുള്ളത് എൻഷുവർ ചെയ്യുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ മൂന്നാമത്തെ വർക്ക് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. നാലാമത്തത് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട്. അഞ്ചാമത്തത് RTI വർക്ക്, റൈറ്റ് ടു ഇൻഫർമേഷൻ വർക്ക് ആയിരിക്കും അഞ്ചാമത്തെന്ന് പറയുന്നത്. ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി RTI ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒഫീഷ്യൽ ഡാറ്റ തരുന്നത് നിങ്ങൾ ത്രൂ ആയിരിക്കും. ഓക്കെ, ക്ലിയർ? അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് സെലക്ഷൻ പ്രോസസ്സാണ്. എനിക്ക് ASO ഇൻ CSS എന്ന് പറയുന്ന പോസ്റ്റ് കിട്ടണമെങ്കിൽ ഞാൻ ഏത് എക്സാം ക്ലിയർ ചെയ്യണം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും SSC CGL വഴിയാണ് ASO CSSന്റെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ CGL എഴുതാൻ നിങ്ങൾക്ക് എന്ത് എലിജിബിലിറ്റിയാണ് വേണ്ടത്? നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രാജുവേറ്റ് ആയാൽ മതി. അപ്പോൾ CSSന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത് 20 to 30 ആണ്. 20നും 30നും വയസ്സിനിടയിലുള്ള ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഈ ഒരു ASO ഇൻ CSSന് എലിജിബിൾ ആണ്. ഓക്കെ, ഞാൻ ഇവിടെ പറയുന്നത് വെച്ചാൽ ജനറൽ കാറ്റഗറി ഏജ് ആണ്. ഇതൊരു ജനറൽ കാറ്റഗറി ഏജ് ആണ്. നിങ്ങൾ OBC ആണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം കൂടി റിലാക്സേഷൻ കിട്ടും. അതേപോലെ SC ഓർ ST ആണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷം വരെ നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. വേക്കൻസീസ് ആൻഡ് കട്ട് ഓഫ്. ഓക്കെ, ഓരോ വർഷവും ASO ഇൻ CSSൽ എത്ര വേക്കൻസീസ് ഉണ്ട്, അതേപോലെ അതിൻ്റെ ഫൈനൽ കട്ട് ഓഫ് എത്ര പോയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ടയർ 1, അതായത് SSCക്ക് 2 ടയർ 1 ആണുള്ളത്. SSC CGLന് ടയർ 1 ആൻഡ് ടയർ 2. ടയർ 1ന് നിങ്ങൾക്ക് ഓരോ പോസ്റ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള കട്ട് ഓഫ് ഉണ്ടാവില്ല, ഒരു കോമൺ കട്ട് ഓഫ് ആണ് ഉണ്ടാവുക. പക്ഷെ ടയർ 2ലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ പോസ്റ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള കട്ട് ഓഫ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷത്തെ 2024 സിനാരിയോ നമുക്ക് നോക്കാം. ഓക്കെ, 2024 എത്ര വേക്കൻസി ഉണ്ടായിരുന്നു? 1430 വേക്കൻസി ASO ഇൻ CSSന് മാത്രം ഉണ്ടായിരുന്നു. ഓക്കെ, കട്ട് ഓഫ് എത്ര പോയിട്ടുണ്ട്? 390ൽ 353 മാർക്ക് കട്ട് ഓഫ് പോയിട്ടുണ്ട്. ഓക്കെ, ഇച്ചിരി ഒന്ന് കയറിപ്പോയിട്ടുണ്ട്. ഓക്കെ, സാരമില്ല. 2023 കട്ട് ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് ഇറ്റ് വാസ് 720. 720 വേക്കൻസിയാണ് 2023 റിപ്പോർട്ട് ചെയ്തത്. കട്ട് ഓഫ് പോയത് 390ൽ 320 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് പോയേക്കുന്നത്. ഞാൻ ഇവിടെ പറയുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് എല്ലാം ഞാൻ ജനറൽ കാറ്റഗറിയുടെ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, OBCയിലോട്ടോ അല്ലെങ്കിൽ SC ST അല്ലെങ്കിൽ ഫിസിക്കലി ഡിസേബിൾഡ് ഒക്കെ വരുമ്പോൾ കട്ട് ഓഫ് കുറച്ചുകൂടി കുറഞ്ഞു വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതുകൊണ്ട് അതിലേക്കൊന്നും അധികം പോകുന്നില്ല. ഞാനൊരു ഇൻ ജനറൽ അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, 2022 അതായത് പുതിയ എക്സാം പാറ്റേൺ വന്ന 2022 1100 വേക്കൻസി. ഓക്കെ, 1100 വേക്കൻസിയാണ് ASO ഇൻ CSSൽ മാത്രം റിപ്പോർട്ട് ചെയ്തത്. കട്ട് ഓഫ് പോയത് 331. ഓക്കെ, അപ്പം ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വേക്കൻസീസ് എങ്ങനെ ഏകദേശം ഓൺ ആൻ ആവറേജ് ഒരു 1000 വേക്കൻസീസ് ഓരോ വർഷം വരുന്നുണ്ട്. ആയിക്കോട്ടെ, കട്ട് ഓഫ് സെക്കൻഡ് ടയർ 2ൽ എത്ര കട്ട് ഓഫ് ഉണ്ട്? ഏകദേശം 330+ ഒക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി വരിക. ഓക്കെ, അപ്പോൾ ASO ഇൻ CSS എന്ന് പറയുന്ന പോസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യു എയിം ഫോർ അപ്രോക്സ് 340+ ഓർ 350. ഓക്കെ, അതാണ് ഒരു സേഫ് സ്കോർ എന്ന് പറയുന്നത്. ഓക്കെ, 330 അല്ലെങ്കിൽ 320 എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടെ നമ്മൾ ബാക്കൗട്ട് ആയി പോകും. അപ്പോൾ ഞാൻ പേഴ്സണലി കുട്ടികളോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ യു എയിം 350. ഓക്കെ, ആണെങ്കിൽ നിങ്ങൾ സേഫ് ആണ്, നിങ്ങൾക്ക് വേറെ ടെൻഷൻ ഇല്ല. ഓക്കെ,
അടുത്തതായിട്ട് ട്രെയിനിങ്. നിങ്ങളുടെ ടയർ 1 എക്സാം കഴിഞ്ഞു, ടയർ 2 എക്സാം കഴിഞ്ഞു, നിങ്ങൾക്ക് പോസ്റ്റ് അലോക്കേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടാവും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് തരും. ഓക്കെ, ആ ട്രെയിനിങ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് 2 ഫേസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടാവുക, phase 1 ആൻഡ് phase 2. phase 1 എന്ന് പറയുന്നത് 2 മാസമാണ് നിങ്ങളുടെ കാലാവധി. അത് 2 മാസം ഡ്യൂറേഷനിലാണ് നിങ്ങളുടെ ട്രെയിനിങ് എന്ന് പറയുന്നത്. എവിടെ വെച്ച് നടക്കും? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്രട്ടേറിയറ്റ് ട്രെയിനിങ് ആൻഡ് മാനേജ്മെന്റ്, ISTM എന്ന് നമ്മൾ ചുരുക്കി പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്രട്ടേറിയറ്റ് ട്രെയിനിങ് ആൻഡ് മാനേജ്മെന്റിൽ വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ ട്രെയിനിങ് നടക്കുന്നുണ്ടാവുക. അവിടെ വെച്ചായിരിക്കും നോട്ടിങ്ങും ഡ്രാഫ്റ്റിങ്ങും പ്രിപ്പയറിംഗ് ഡോക്യുമെന്റ്സിന്റെ കാര്യങ്ങളും ബാക്കിയുള്ള ഇതിന്റെ പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഈ phase 1 വെച്ചിട്ടായിരിക്കും. ഓക്കെ, ISTM വെച്ച് നടക്കും. ഓക്കെ, phase 2 നിങ്ങൾക്ക് എന്തുണ്ട്? ഭാരത് ദർശൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അതായത് ഗവൺമെന്റ് പറയുന്നത് തന്നെ അതായത് ഇന്ത്യക്ക് വേണ്ടി വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ ഇന്ത്യയെ കാണാദ്യം, നിങ്ങൾ ആദ്യം ഇന്ത്യ മുഴുവൻ ഒന്ന് ചുറ്റിക്കാണ്. ഓക്കെ, അങ്ങനെ ഒരു 1 വീക്കിന്റെ ഒരു ഭാരത് ദർശൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ ബസ്സിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. നിങ്ങളെ എന്താ പറയുക, ഇന്ത്യയുടെ പല പല റൂറൽ അല്ലെങ്കിൽ അർബൻ ഏരിയാസിൽ മുഴുവൻ നിങ്ങളെ കൊണ്ടുപോയി ഇന്ത്യയുടെ ഒരു പൾസ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഓക്കെ, അതിനുശേഷമേ നിങ്ങളുടെ വർക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഭാരത് ദർശൻ എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളിയാണ്. എന്താ പറയുക, നിങ്ങൾക്ക് യൂട്യൂബൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ അറിയാം, ഭാരത് ദർശനിൽ പോകുന്ന ആൾക്കാരുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് സാലറി ആണ്. നിങ്ങൾ ASO ഇൻ CSS ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു മിനിസ്ട്രിയിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇനീഷ്യൽ സാലറി എത്രയായിരിക്കും, അതാണ് നമ്മളിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം ASO ഇൻ CSS എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് B നോൺ ഗസറ്റഡ് പോസ്റ്റ് ആണ്. നോൺ ഗസറ്റഡ് ആണെന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഗ്രൂപ്പ് B നോൺ ഗസറ്റഡ് പോസ്റ്റ് ആണ് ഏത് ASO ഇൻ CSS എന്ന് പറയുന്നത്. അത് ഒരു ലെവൽ 7 പോസ്റ്റ് ആണ്. ലെവൽ 7 പോസ്റ്റിന്റെ ബേസിക് പേ എന്ന് പറയുന്നത് 44,900 rupees ആണ്. ഓക്കെ, ബേസിക് പേ എന്ന് പറയുന്നത് 44,900 ആണ്. ഡിയറൻസ് അലവൻസ് എത്രയാണ്? കറന്റ്ലി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ DA എന്ന് പറയുന്നത് 56%. സോ ഡിയറൻസ് അലവൻസ് നമുക്ക് എത്ര കിട്ടും? 56% ഓഫ് ബേസിക് പേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 25,144 rupees നിങ്ങൾക്ക് കിട്ടും. എങ്ങനെ? DA ആയിട്ട്. HRA എന്ന് വെച്ചാൽ ഹൗസിംഗ് റെന്റ് അലവൻസ്. ഞാൻ പറഞ്ഞു, ASO ഇൻ CSS എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ പോസ്റ്റിംഗ് ഡൽഹിയിലായിരിക്കും. ഡൽഹി ഒരു എക്സ് കാറ്റഗറി സിറ്റിയാണ്. എക്സ് കാറ്റഗറി സിറ്റി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ HRA എന്ന് പറയുന്നത് 30% ഓഫ് ബേസിക് പേ ആയിരിക്കും. 30% ഓഫ് 44,900 എന്ന് പറയുന്നത് 13,470 rupees ആണ്. ഓക്കെ, അപ്പോൾ ബേസിക് പേ ആയി, ഡിയറൻസ് അലവൻസ് ആയി, HRA ആയി. അടുത്തത് നമുക്കൊരു ട്രാവൽ അലവൻസും കൂടി കിട്ടും. 2,808 രൂപ നമുക്ക് ട്രാവൽ അലവൻസ് ആയിട്ടും കൂടി കിട്ടും. പിന്നെ ഇതൊക്കെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഗ്രോസ് പേ ആയിട്ട് കിട്ടും. ഗ്രോസ് പേ അപ്രോക്സ് ഇതെല്ലാം കൂടി കൂട്ടി പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ചെറിയ അലവൻസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതൊക്കെ കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രോസ് പേ അപ്രോക്സ് 86,000 rupees ആണ് നിങ്ങളുടെ ഇനീഷ്യൽ ഗ്രോസ് പേ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? 86,000 രൂപ. എങ്ങനെ? അടിപൊളിയല്ലേ? 86,000 രൂപയാണ് നിങ്ങളുടെ തുടക്കം, ഇനീഷ്യൽ സാലറി എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നിങ്ങളുടെ എന്ത് കട്ടാവും? നിങ്ങളുടെ ഇൻഷുറൻസ്, നിങ്ങൾക്കുള്ള NPS ഒക്കെ കട്ടാക്കി നിങ്ങളുടെ ഇൻ ഹാൻഡ് സാലറി എന്ന് പറയുന്നത് അപ്രോക്സ് 72,000 to 73,000 to 75,000 വരെയൊക്കെ നിങ്ങൾക്ക് അപ്രോക്സ് ഇൻ ഹാൻഡ് സാലറി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഭയങ്കര അടിപൊളിയല്ലേ? 75,000 രൂപ ഇൻ ഹാൻഡ് സാലറി നിങ്ങൾക്ക് കിട്ടും. ഇത് കൂടാതെ പെൻഷൻ, ഇൻഷുറൻസ്, മെഡിക്കൽ അലവൻസ് അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഭയങ്കര അടിപൊളിയല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത നോക്കിയാലോ. ഇതൊന്നും കൂടാതെ, ഈ പറയുന്ന സാലറി കൂടാതെ നിങ്ങൾക്ക് എന്തൊക്കെ അലവൻസസ് വേറെ കിട്ടും നോക്കിയാലോ. മെഡിക്കൽ അലവൻസസ്, നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യും. ചൈൽഡ് ട്യൂഷൻ ഫീസ്, നിങ്ങൾക്ക് കുട്ടികൾക്ക് പഠിക്കാനുള്ള കുട്ടികളുടെ ട്യൂഷൻ ഫീ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യും. ഗവൺമെന്റ് ബാഗ് ആഫ്റ്റർ എവറി 3 years, ഗവൺമെന്റ് ഓരോ 3 വർഷം കഴിയുമ്പോഴും നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ ബാഗ് തരും. ഓക്കെ, നാലാമത്തത് ലീവ് ട്രാൻസ്പോർട്ട് കൺസെഷൻ എവറി ഇയർ, സെക്കൻഡ് AC റെയിൽ ഓർ ഫ്ലൈറ്റ്. ഓക്കെ, നിങ്ങൾക്ക് നാട്ടിൽ പോകണം, ലീവ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഗവൺമെന്റ് എന്ത് തരിക? സെക്കൻഡ് AC റെയിൽ ടിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഗവൺമെന്റ് സ്പോൺസർ ചെയ്യും. അടുത്തത് ദീപാവലി എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ഓഫറാണ്. ദീപാവലി ബോണസ് ഒക്കെയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്ന ഗവൺമെന്റ്. ഓക്കെ, അത് നല്ലൊരു എമൗണ്ട് വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്
ചെറിയ ചെറിയ നിങ്ങളുടെ അലവൻസ് എന്ന് പറയുന്നത്. അപ്പം സാലറി 86,000, അതിൽ നിന്ന് NPS ഒക്കെ കട്ടായി കഴിഞ്ഞാൽ 72,000 രൂപ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങളുടെ സാലറി ഇൻഹാൻസ് സാലറി ആയിട്ട് കിട്ടും. ഇത് കൂടാതെ കുറേ എന്താ പറയുക അലവൻസസ് കിട്ടും. അതൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് നോക്കിയാൽ പ്രൊമോഷൻ. നിങ്ങൾ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ആയിട്ടായിരിക്കും നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടാവുക. അതിൻ്റെ ഗ്രേഡ് പേ എന്ന് പറയുന്നത് 4,600 രൂപയാണ് നിങ്ങളുടെ ഗ്രേഡ് പേ എന്ന് പറയുന്നത്. ഓക്കെ, ഏകദേശം ഒരു 8 to 9 ഇയേഴ്സ് എടുക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത ലെവൽ പ്രൊമോഷൻ കിട്ടാൻ. അടുത്ത ലെവൽ പ്രൊമോഷൻ എന്താ? സെക്ഷൻ ഓഫീസർ. ഗ്രേഡ് പേ 4,800 രൂപയാണ് സെക്ഷൻ ഓഫീസറിൻ്റെ ഗ്രേഡ് പേ. അപ്പോൾ ASOയിൽ നിന്ന് SO ആവാൻ നിങ്ങൾക്ക് അപ്രോക്സ് ഏകദേശം 8 to 9 ഇയേഴ്സ് എടുക്കും. ഓക്കെ, കമ്പാരിറ്റീവ്ലി ഓക്കെ ആണ്. ഓക്കെ, ASO കഴിഞ്ഞ് SO കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആരാവും? അണ്ടർ സെക്രട്ടറി ആവും. അണ്ടർ സെക്രട്ടറി എന്ന് വെച്ചാൽ എന്താ? ഒരു IAS കേഡർ ജോബാണ്. ഓക്കെ, അതും ഏകദേശം ഒരു 10 ഇയേഴ്സിൻ്റെ അടുത്തൊക്കെ എടുത്തിട്ടായിരിക്കും ഈ ഒരു പ്രൊമോഷൻ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ASO ആയി, ASOയിൽ നിന്ന് SO ആയി, അവിടെ നിന്ന് അണ്ടർ സെക്രട്ടറി ആയി, അവിടെ നിന്ന് അടുത്തത് എങ്ങോട്ടേക്കാ? ഡെപ്യൂട്ടി സെക്രട്ടറി, അവിടെ നിന്ന് ജോയിൻറ്റ് സെക്രട്ടറി, അതേപോലെ ഡയറക്ടർ. ആ റെസ്പെക്റ്റീവ് മിനിസ്ട്രിയുടെ ഡയറക്ടറായിട്ട് നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടും. ഓക്കെ, പക്ഷേ ഇൻ ജനറൽ നമുക്ക് എന്താ പറയുക, ഒരു ഓൺ ആൻ ആവറേജ് ഒരു ആസ്പിറൻറ്റിന് കിട്ടുന്നത് ഒരു 25 to 30 ഇയേഴ്സ് ഒക്കെ ആയിരിക്കും സർവീസ് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അവർ പൊതുവേ വന്ന് നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് മാക്സിമം ഒരു ഡെപ്യൂട്ടി സെക്രട്ടറി ലെവലിലൊക്കെ ആയിരിക്കും അവർ വന്നെത്തുന്നുണ്ടാവുക. ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ നിങ്ങൾ ഏത് ഏജിലാണ് നിങ്ങൾ സർവീസിൽ കയറുന്നത് എന്നുള്ളതനുസരിച്ചിരിക്കും. അതേപോലെ നിങ്ങളുടെ കരിയറിലെ പെർഫോമൻസും, ഇത് രണ്ടുമായിരിക്കും നിങ്ങളുടെ മാനദണ്ഡം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓൺ ആൻ ആവറേജ് നിങ്ങൾ ASO ഇൻ CSS ആയിട്ട് കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾ റിട്ടയർമെൻറ്റിൽ അപ്രോക്സ് നിങ്ങൾ ഒരു അണ്ടർ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഒരു ഡെപ്യൂട്ടി സെക്രട്ടറി ലെവലിലൊക്കെ ആയിരിക്കും നിങ്ങൾ എത്തുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ASO ഇൻ CSSൻ്റെ കംപ്ലീറ്റ് ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെയാണ് നോക്കിയേ? വർക്ക് പ്രൊഫൈൽ, ജോബ് റെസ്പോൺസിബിലിറ്റീസ്, സാലറി, വേക്കൻസി, കട്ട് ഓഫ്, പ്രൊമോഷൻ, അതിൻ്റെ A to Z കാര്യങ്ങൾ നമ്മൾ കീറി മുറിച്ച് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾ SSC മെൻറ്ററിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ SSC റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രീ മെറ്റീരിയൽസും നമ്മുടെ ഡെയിലി ക്യൂസും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ SSC മെൻറ്ററിൻ്റെ ടെലഗ്രാം ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇനി അടുത്ത ഏത് പോസ്റ്റിനെ കുറിച്ചാണോ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം, നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്തോ. ഞാൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.